എങ്ങനെ ഉണ്ടായിരുന്ന പോത്തുംകുട്ടിയുടെ റിപ്സ് മന്തി ഇങ്ങനെയാക്കിയാലും ഒരു കാരണം ഉണ്ട് കേട്ടാ. ചിക്കൻ, പോർക്ക്, ബീഫ്, മട്ടൺ, ഫിഷ് ഈ വക ഐറ്റംസ് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഡിന്നർ. കരയിലോടുന്നത്, കാറ്റിൽ പറക്കണത്, കടലിൽ നീന്തുന്നതായിട്ടുള്ള സകല സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഡിന്നർ. മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. ഞങ്ങളുടെ പുതിയതായിട്ട് തുടങ്ങുന്ന യൂട്യൂബ് ചാനലിന് പേരിടുന്ന ഒരാൾക്ക് ഞങ്ങൾ ഒരു ഡിന്നർ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ പേരിട്ട് നമ്മുടെ ഇടവകയിലത്തെ മുൻ വികാരിയച്ഛനായ തിജോലൊക്കെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഡിന്നർ എന്നല്ല നിങ്ങൾ പറഞ്ഞതെന്ന്. ഞങ്ങൾ ഡിന്നറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മുടെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് അൽറീമിലത്തെ നല്ല പോത്തുമുട്ടിയുടെ റിപ്സ് മന്തി മതി. ഓർഡർ ചെയ്ത് 10-15 മിനിറ്റിനുള്ളിൽ സാധനം വന്നു. നല്ല ചൂടൻ ബീഫ് റിപ്സ് മന്തി. ഐറ്റം വന്നതും ഒരു ഗ്ലാസ്സിൽ കുറച്ച് കോള ഒഴിച്ച് ഞാൻ എന്റെ പരിപാടി ഒരു സൈഡും തുടങ്ങിട്ടാ. നല്ല വെന്ത ബീഫിന്റെ ഒരു പീസ് കൊടുത്ത് മയോണൈസും കോരി ഒഴിച്ച് ആ റൈസിൽ മുട്ടി പിടുത്തം പിടിച്ചു. സത്യം പറയലോ, മറ്റേ ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് എന്നൊക്കെ പറയണ പോലെ തൃശ്ശൂർ ജില്ലയിലെ അൽറീം കഴിഞ്ഞിട്ട് എനിക്ക് ഫേവറേറ്റ് വേറെ മന്തി സ്പോട്ടുള്ളൂട്ടാ. പിന്നെ മന്തിയുടെ കൂടെ ചുരുട്ടി പിടിക്കാനായിട്ട് വെറുതെ പച്ചക്കറി തന്നുട്ടാ. എല്ലാം വരെ വെറുതെ വിട്ടില്ലാട്ടവൻ. കഴിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു സന്തോഷം നോക്കിയേ, കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു സന്തോഷം നോക്കിയേ. ഇത്ര ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. നമുക്ക് പിന്നെ 100% ലിറ്ററസി ഉള്ള കാരണം ഒരു തരി മാംസം പോലും വെച്ചില്ലട്ടല്ലുമ്മേ. മന്തി കഴിക്കലും കഴിഞ്ഞു, പില്ല് കൊടുക്കലും കഴിഞ്ഞു. പിന്നെ അൽറീംകാര് പെട്ടെ ഈ സാധനം ഇവരൊക്കെ വാരി തിന്നായിരുന്നു. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ ചായ ഇവനൊക്കെ വരിയെടുക്ക ഇതന്നെ കലറായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനെ കൈ കൊടുത്ത് ഇനി 1 മില്യൺ അടിച്ചിട്ട് മന്തി കഴിക്കാൻ കാണാട്ടാന്ന് പറഞ്ഞിട്ട് പോയിട്ടാ ഞങ്ങള്. അപ്പൊ ബൈ. പിന്നെ ലൊക്കേഷൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ.